കേരളത്തിലെ LDF സർക്കാർ 2021 മെയ് മാസത്തിലാണ് അധികാരത്തിൽ വന്നത്. അതിൻ്റെ 4ാം വാർഷികം പൂർത്തിയായി കഴിഞ്ഞു. അതേസമയം 2016 മെയ്യിൽ അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് 2021 LDFന് ജനങ്ങൾ തുടർഭരണം സമ്മാനിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 2016 മുതലുള്ള LDF ഭരണം 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇവിടെ സ്വാഭാവികമായും 2016 അവസ്ഥയും ഇപ്പോഴുള്ള കേരളത്തിൻ്റെ നിലയും ആരും താരതമ്യപ്പെടുത്താൻ തയ്യാറാവും. അങ്ങനെ താരതമ്യപ്പെടുത്തുന്ന ഏതൊരാൾക്കും എല്ലാ മേഖലയിലുമുള്ള നാടിൻ്റെ വലിയ പുരോഗതിയാണ് കാണാൻ സാധിക്കുക. ഒരു മാസക്കാലത്തിലധികമായി ഈ വാർഷികാഘോഷ പരിപാടികളുമായി 13 ജില്ലകളിലും ഇതേപോലുള്ള പരിപാടികൾ നടത്തി വരികയാണ്. 14ാമത്തെ ജില്ലയും ഇന്നോടെ പൂർത്തിയാകുന്നു. ഈ പരിപാടിയുടെ സമാപനം ഇവിടെ കുറിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2016 LDF എല്ലാ അധികാരത്തിൽ വന്നത് എന്ന് സങ്കല്പിക്കുക. UDF അധികാരത്തിൽ തുറന്നിരുന്നുവെങ്കിൽ ഈ മാറ്റമായിരുന്നോ കേരളത്തിൽ ഉണ്ടാവുക? നമ്മുടെ കേരളത്തിൻ്റെ വിവിധ മേഖലകൾ ഈ തരത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചത് കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ നമ്മുടെ പശ്ചാത്തല സൗകര്യ രംഗം കേരളത്തിൻ്റെ ഒരു നാടെന്ന നിലക്കുള്ള പുരോഗതി ഏറ്റവും അധികം തടസ്സപ്പെട്ട കാലമായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും നേരെ ചൊവ്വേ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തിനധികം പറയുന്നു, മറ്റെല്ലായിടങ്ങളിലും നല്ല രീതിയിൽ നടപ്പാക്കപ്പെട്ട നാഷണൽ ഹൈവേ പോലും നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമായില്ല. കേരളത്തിൽ നടപ്പാക്കേണ്ട ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറായില്ല. നാടും നാട്ടുകാരും നിരാശയിലായി. എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇതിൽ നിന്ന് ഇനി മാറ്റമുണ്ടാവില്ല, ആർക്കും ഇതിനെ മാറ്റിമറിക്കാനാകില്ല എന്നെല്ലാമുള്ള ശാപവചനങ്ങൾ പലരും ഉരുവിടുന്ന ഘട്ടം. അപ്പോഴാണ് LDF ഇതിനെല്ലാം മാറ്റമുണ്ടാക്കും എന്ന വാഗ്ദാനം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്. നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യത്തിൽ വരുന്ന മാറ്റം, അതോടൊപ്പം തന്നെ റോഡുകളും പാലങ്ങളും ഓവർബ്രിഡ്ജുകളും ഫ്ലൈ ഓവറുകളും
അങ്ങനെ പലവിധ സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ വന്നിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി കൊണ്ട് മാത്രമല്ല, സംസ്ഥാനത്തിന് പുതിയ രീതിയിൽ വിഭവശേഷി ആർജിക്കാൻ കഴിയണം എന്ന് 2016 ഗവൺമെൻറ് കണ്ടു. അതിൻ്റെ ഭാഗമായാണ് ഒരു നിയമം പരിഷ്കരിച്ചുകൊണ്ട് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ഒരു പുതിയ ധനസ്രോതസ് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം. അതിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുക, അത് ചെലവിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായത് അതിൻ്റെ ഭാഗമായി കടുത്ത എതിർപ്പ്, കിഫ്ബിയോട് എതിർപ്പ്, വലിയ പരിഹാസം, നടക്കാൻ പോകാത്ത കാര്യം, എവിടുന്ന് പണം കിട്ടാൻ, അങ്ങനെ പല ആക്ഷേപങ്ങൾ നാം കേൾക്കേണ്ടതായി വന്നു. എന്താ യാഥാർത്ഥ്യം? നാം 2016 പറഞ്ഞത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കുമെന്നാണ്. എന്നാൽ ആ 5 വർഷം പൂർത്തിയായപ്പോൾ 2021 50 അല്ല 62,000 കോടി. ഇപ്പോൾ 2025 2021 തുടർഭരണം LDF-ന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ 62 അല്ല 90,000 കോടിയുടെ വികസന പദ്ധതികളാണ് ഈ കിഫ്ബി മുഖേന ഏറ്റെടുക്കാനായിട്ടുള്ളത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം എന്ന നില കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഫ്ലൈ ഓവറുകൾ, നമ്മുടെ വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഉയർന്നു വരുന്ന സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കൽ, അങ്ങനെ എന്തിനധികം പറയുന്നു, കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടി 5,600 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തതുപോലും കിഫ്ബിയിൽ നിന്നെടുത്ത പണമായിരുന്നു. സർവ്വമേഖലയിലും അവരുടെ പങ്കാളിത്തം കാണാൻ നമുക്ക് കഴിയുന്നു. ഇവിടെ ആ കിഫ്ബിയെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ ദുരുപദിഷ്ടമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് നമുക്കറിയാവുന്നതാണ്. നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുന്നു. ഇങ്ങനെ തകർന്നു പോയല്ലോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിക്കുന്നു. നമ്മൾ സഹായം പ്രതീക്ഷിച്ചു, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സഹായം തന്നില്ല. നമ്മെ സഹായിക്കാൻ ചില ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. ആ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തെ അതിജീവിക്കാൻ രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും ഗുജറാത്തിന് സഹായമെത്തി. ആ സഹായങ്ങൾ സ്വീകരിച്ച് നാടിനെ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തയാളാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നിരുന്നപ്പോൾ അതുപോലൊരു ദുരന്തം നേരിടേണ്ടി വന്ന നമ്മുടെ നാടിനോട് സഹായമില്ല
ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്നു. ഇതും നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരു നാട്ടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണിത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുഖത്ത് സഹായം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. നമ്മോട് മാത്രം പ്രത്യേക വിവേചനം. അത് കേരളം എന്ന നാടിനോട്, കേരളീയർ എന്ന ജനവിഭാഗത്തോട് BJPക്കുള്ള വിപ്രതിപത്തിയുടെ ഭാഗമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, അതിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടെ ചിലർ തയ്യാറായി. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, UDF ആകെ ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചാരി നിൽക്കുന്ന കാഴ്ച നാം കണ്ടു. നമ്മുടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ, നമ്മുടെ പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുന്നു, ഒന്നും പൂർത്തിയാക്കാനാകുന്നില്ല, വലിയ പിറകോട്ടടിയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ്. അതിൻ്റെ ഭാഗമായുള്ള ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഈ പ്രചരണത്തിൻ്റെ തോത് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവ് ഒരു 15,000 കോടിയിൽ താഴെയൊക്കെയാണ് എന്നാണ് കണക്കാക്കാൻ പറ്റുക. എന്നാൽ 30,000 കോടിയിൽ നാം ചെലവിട്ട് എത്രയാണെന്നറിയോ? 29,224 കോടി 23 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 96.23%. എവിടെയാണ് പദ്ധതി തകർച്ച? കൃത്യമായ ചെലവ് നിർവഹണം നടക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുക. ഇത് തന്നെ മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ അധികാരവും പണവും ലഭിക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വാർഷിക പദ്ധതിയിൽ 2024-25 നാം വകയിരുത്തിയത് 8,532 കോടി രൂപയായിരുന്നു. ആ 8,532 കോടിയിൽ 8,531 കോടി ആയിപ്പോയില്ല ചെലവിട്ടത്. എത്രയാണെന്നറിയോ? 9,452 കോടി 72 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 110.79% കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചു. എവിടെ തകർച്ച? എവിടെ സാമ്പത്തിക പാപ്പരത്വം? ഇതാണ് നാടിൻ്റെ യഥാർത്ഥ നില. നാം അടുത്ത കാലത്താണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായി ആ പോർട്ട് മാറുമെന്നാണ് നാം കാണേണ്ടത്. ആ പോർട്ട് സംസ്ഥാനത്തിലെ വലിയ പോർട്ട് എന്ന നിലയല്ല, രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. ലോകത്തിലെ അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ്. ആ പോർട്ട് യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടും പങ്കാളിത്തം കൊണ്ടുമാണ് എന്ന് നാം കാണണം. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നാൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിച്ചതാണ് നേരത്തെ LDF. ആ അഭിപ്രായം ശരിയായിരുന്നു. ശരിയായ വസ്തുതയാണ് LDF ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ LDFും സർക്കാരും ആലോചിച്ചു, നമ്മൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയാണ്,
അതിൻ്റെ ഭാഗമായി ഈ ഒപ്പിട്ട കരാറനുസരിച്ച് പദ്ധതി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടെടുത്താൽ ദശാബ്ദങ്ങളായി ഈ പദ്ധതി മുടങ്ങിപ്പോകും. ഈ പദ്ധതി കേരളത്തിന് ഒഴിച്ചുകൂടാത്ത പദ്ധതിയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് നേരത്തെയുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇത് ഇപ്പോൾ നടപ്പാക്കലാണ് വേണ്ടത്. അങ്ങനെയാണ് LDF സർക്കാർ ആ പദ്ധതി നടപ്പാക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നത്. എന്താ അവസ്ഥ? ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെലവ് 8,867 കോടി രൂപയാണ്. ആ 8,867 കോടി രൂപയിൽ നമ്മുടെ സംസ്ഥാനം ചെലവിട്ടത് 5,595 കോടി രൂപയാണ്. 8,867-ൽ 5,595 കോടി രൂപ ആരുടേത്? സംസ്ഥാനത്തിൻ്റേത്. അദാനി പോർട്ട് എന്നാണല്ലോ അതിനെ പറയുന്നത്. അദാനി ഇതേവരെ ചെലവിട്ടത് 2,454 കോടി മാത്രം. അതിൻ്റെ എത്രയോ മടങ്ങാണ് കേരളം ചെലവിട്ടത്. ഇതിലേറ്റവും രസാവഹമായ സംഗതി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചതാണ്. ഒരു VGF അവരനുവദിക്കണം. അതൊരു ഗ്രാൻഡായിട്ടാണ് ഇതേവരെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 817 കോടി രൂപ. പക്ഷേ അത് പൂർണ്ണമായും പലിശ സഹിതം വലിയ തുകയായി തിരിച്ചടക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് വെച്ചത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നിർഭാഗ്യകരമായ ചില സമീപനങ്ങൾ നാം കണ്ടു. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പദ്ധതി യാഥാർത്ഥ്യമാകരുത് എന്ന തരത്തിലുള്ള ഇടപെടൽ. പക്ഷേ പദ്ധതികളുടെ കാര്യത്തിൽ, അവ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാടിൻ്റെ പുരോഗതി കണക്കാക്കി സ്വീകരിക്കുന്ന സർക്കാരിന് ആ എതിർപ്പുകൾ വലിയ പ്രശ്നമായി കാണേണ്ടി വന്നില്ല. നല്ല രീതിയിൽ തന്നെ അതിലിടപെടുകയും ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന വികസനം വൻതോതിലുള്ളതാണ്. നമ്മുടെ ഔട്ടർ റിംഗ് റോഡും അവിടെയുള്ള റെയിൽവേ ലൈനുമെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ, സാധാരണ അതൊരു ശൈലിയിൽ പറയുന്നതാണ്, പക്ഷേ ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വൻ മാറ്റം ഈ തലസ്ഥാന നഗരിക്ക് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം വലിയ മാറ്റം, അതിനനുസരിച്ചുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ എല്ലാം വരാൻ പോവുകയാണ്. നമ്മുടെ നാട് നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് നാടിൻ്റെ പൊതുവായ ചിത്രം. ഇത് ഇവിടെ നിൽക്കുകയല്ല, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. നാം നേരത്തെ പറഞ്ഞിരുന്നത് സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. എല്ലാ മനുഷ്യനും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. നാം ഒന്നുകൂടി കടത്തി പറയുന്നു, അതാണ് നവകേരളം. അത് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ആകെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. നാം അതിലേക്കാണ് പടിപടിയായി മുന്നോട്ട് പോകുന്നത്. ഇത് ഏതെങ്കിലും കാലത്തുണ്ടാകേണ്ട ഒരു സങ്കല്പമായിട്ടല്ല, ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നായിട്ടാണ് നാം കാണുന്നത്. ആ കാര്യത്തിൽ എല്ലാവരും പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.